ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ഡേ ഒന്ന് വ്ളോഗായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മുന്നേ ഞാനൊരു വ്ളോഗിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ നമ്മൾ പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ രാവിലെ എണീറ്റ് കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചു. അതിനുശേഷം ഫസ്റ്റ് ഞാൻ കിച്ചണിൽ കയറിയിട്ട് നമ്മൾ ചായയാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഞാനും അമ്മയും എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് ചായ കുടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കും കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കയറുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സാധാരണ രാവിലെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് ചായ മാത്രം കുടിച്ചിട്ട് ഞാൻ നേരെ മുകളിലേക്ക് പോയിട്ടുണ്ടാട്ടോ. നല്ല ഇരുട്ടായിരുന്നു. ഒരു 4:45 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല മഴയും കൂടെ ആയതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ മുകളിലേക്ക് പോയി ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഞാൻ വന്ന് ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് വെക്കണമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം ബാക്കി പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രി തന്നെ ഞാൻ കേക്കുകൾ ഓൾമോസ്റ്റ് ഒന്നെല്ലാം ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനൽ ഡെക്കറേഷനൊക്കെ ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നത് പിറ്റേ ദിവസത്തേക്കുള്ളതിൻ്റെ സ്പഞ്ച് ചെയ്യലായിരുന്നു കേട്ടോ. ആ 2 ദിവസം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇന്നും ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. രണ്ടും കൂടി ആകുമ്പോഴത്തേനും ഭയങ്കര ലെങ്തി ആയിപ്പോവും വീഡിയോ. അതുപോലെ ഞാൻ ഇതേപോലെ ലോങ് വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ടൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ കുറച്ച് കേക്കിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് ബേക്ക് ആയിക്കോളും. നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. പിന്നെ ഇത് വന്നിട്ട് 1 kg വെയിറ്റ് വന്നിട്ടുള്ള ഒരു ഹണി ആൽമണ്ട് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇതൊരു പിസ്ത ഗ്രീൻ കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഈ ഒരു കേക്കും പിന്നൊന്ന് ചോക്ലേറ്റ് കേക്കും ആയിരുന്നു. 2 കേക്കിനും ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു. അതൊരു 1.5 kg ആയിരുന്നു. ഈ ഒരു കേക്കിന് കസ്റ്റമർ ഉച്ചയ്ക്ക് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റെഡ് ബീ കേക്കിനും ഉച്ചയ്ക്ക് ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റെഡ് ബീ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രഷ് ക്രീം എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഷോപ്പിൽ തിരക്കിയ സമയത്തും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കൊന്ന് താഴെ പോയിട്ട് മുകളിൽ വന്നു കേട്ടോ. കാരണം ഇയാൾ താഴെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ താഴെ പോയി ഇയാളെ എടുത്തിട്ട് വന്നിട്ടാണ് ബാക്കി ഞാൻ ചെയ്യുന്നത്. ഈ ഒരു കേക്ക് ചെയ്യുമ്പോഴും അതേ കണക്ക് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന അബദ്ധത്തെ പറ്റി പറയുന്നതായിരിക്കും. എന്തായാലും കറക്റ്റായിട്ട് പിന്നെ അത് ശരിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്യൂട്ടായിട്ടൊരു ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. ബ്ലൂ, യെല്ലോ, അതേപോലെ തന്നെ പിങ്ക്, ഈ ഒരു 3 കളർ ചേർത്തിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു നമുക്ക് ഓരോ കേക്കുകൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നന്നായിട്ടൊരു സന്തോഷം തോന്നാറില്ലേ? അതേപോലെ തോന്നിയിട്ടുള്ളതായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത്. ഈ ഒരു ഇത് ട്വിൻസായിരുന്നു കേട്ടോ. 2 പേരുടെയായിരുന്നു. അപ്പോൾ ഇവരുടെയും ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് ഞാൻ തന്നെയാണ് കേക്കുകൾ ചെയ്യുന്നത്. പക്ഷേ ഇത് 1/2 kg മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ വേറൊരു കേക്ക് ആരോ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 1/2 kg കേക്ക് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പിന്നെ ലേസർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഫുള്ള്, ഈ ഒരു കേക്കല്ല, ആ ഒരു റെഡ് ബീ കേക്ക് ഒഴികെ ബാക്കി എല്ലാ കേക്കിൻ്റെയും കംപ്ലീറ്റ് പണിയും ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് വൈകുന്നേരമാണ് കേട്ടോ. ഒരു 4 മണിയപ്പോഴാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 മണിയാകുമ്പോൾ ഇത് കംപ്ലീറ്റ് കൊടുത്തിട്ട് വേണം എനിക്ക് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ആ കേക്കിൽ കുറച്ച് ഫോക്സ് ബോളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഒരു 7 മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കറക്റ്റ് 7:30 മണിയായപ്പോൾ ഈ ഒരു കേക്കിനകത്ത് ഫോണ്ടൻ്റ് എലിഫൻ്റ് വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ടാസ്ക്കായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഫോണ്ടൻ്റൊക്കെ കൊണ്ട് ഇരുന്നത്. പക്ഷേ നടന്നിട്ടില്ലായിരുന്നില്ല കേട്ടോ. നടന്നതേയില്ല. കാരണം വേറൊന്നുമല്ല, ആ ഒരു ഫോണ്ടൻ്റ് എലിഫൻ്റ് ഉണ്ടാക്കി തീർന്നപ്പോൾ തന്നെ മണി 9 ആയി. പിന്നെ
മക്കളാണെങ്കിൽ ഫോണ്ടൻ്റ് എടുത്ത സമയമേ അടുത്ത് വന്നിരിപ്പ് തുടങ്ങി. അങ്ങനെ തന്നെ മൊത്തത്തിൽ എനിക്ക് ഭ്രാന്തായിട്ട് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ലാസ്റ്റ് നിങ്ങൾ പറയണം കേട്ടോ ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ എലിഫൻ്റ് ആയോ എന്നുള്ളത്. പിന്നെ ഇതായിരുന്നു കേട്ടോ ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഈ ഒരു കേക്കിലും എനിക്ക് ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് കുറച്ചധികം ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഈ ഒരു സമയം ചെയ്തിട്ടില്ല. അതെല്ലാം ഞാൻ ഉച്ചയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എല്ലാം ചെയ്തിട്ട് പോകാനുള്ളൊരു ടൈം കിട്ടത്തില്ലല്ലോ. മാക്സിമം നമുക്ക് എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട്. നാളത്തേക്കുള്ള സ്പഞ്ചുകൾ കംപ്ലീറ്റും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. പിന്നെ ഉച്ചയ്ക്ക് വന്ന പാടെ ഞാൻ റെഡ് ബി കേക്കാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു കേക്ക് ഒരു 2:30 മണിയൊക്കെ ആകുമ്പോൾ കസ്റ്റമറെ എടുക്കാൻ വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു റെഡ് ബി കേക്ക് സെറ്റ് ചെയ്തു. ആ ഒരു സെറ്റിങ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ആ ഒരു ചോക്ലേറ്റ് കേക്കിലുണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ മാറ്ററൊക്കെ എഴുതി. അപ്പോൾ തന്നെ നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ആളും വരുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കേക്കും സെറ്റ് ചെയ്ത് പേരൊക്കെ എഴുതി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കേക്കും ഞാൻ അപ്പം തന്നെ ആ ഒരു ചോക്ലേറ്റ് എടുത്ത് വെച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു എല്ലാം മെൽറ്റായി പോകുന്നു. കാരണം ചെറിയൊരു ചൂടടിച്ചാൽ മതിയല്ലോ, ചോക്ലേറ്റ് ഡെക്കറേഷൻ അല്ലേ. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് സന്തോഷം തോന്നി കേട്ടോ. കാരണം മാക്സിമം എനിക്കതുപോലെ തന്നെ ആ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ എനിക്ക് കിട്ടി. കറക്റ്റ് പെർഫെക്ഷൻ ആയെന്നല്ല, എന്നാലും തന്ന മോഡലിനെ ഏകദേശം ഒന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറീസൊക്കെ വെച്ച് ആ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ ബാക്കി ആ ഒരു ലേസർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വൈകുന്നേരമാണ് കേട്ടോ. ജോലിക്ക് പോകുന്നതിന് ഒരു 3/4 മണിക്കൂർ ഒരു മണിക്കൂറിനൊക്കെ മുന്നെയാണ് കേട്ടോ ഈ ഒരു ബാക്കി സെറ്റിങ്സൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് പേരും കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾമോസ്റ്റ് അവർ വേറൊരു കേക്ക് ചെയ്തതുകൊണ്ട് അതിനകത്ത് ഓൾറെഡി പേരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പേരും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വൈറ്റ് പേൾസും കൂടി അതിൻ്റെ ടോപ്പിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഫുള്ള് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ഹണി കേക്ക് ഉണ്ടല്ലോ, ടോൾ കേക്ക്, അതിൻ്റെ ബാക്കി ഡെക്കറേഷനാണ് കേട്ടോ. ഇതിൽ ഈ ഒരു പാരച്യൂട്ട് നമുക്ക് ഇത് ഞാനിപ്പോൾ വെച്ചേക്കുന്ന ലേസർ പ്രിൻ്റാണ് കേട്ടോ. പക്ഷേ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നതിനകത്ത് അല്ല നമ്മുടെ ടോപ്പർ ടൈപ്പിലുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് ഒരുപാട് അന്വേഷിച്ച് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഇത് വെച്ച് സെറ്റ് ചെയ്തു. പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ ഓക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു 2-ൻ്റെ ഒരു ടോപ്പറും പിന്നെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ട് ആ ഒരു തന്ന ഡിസൈൻ തന്നെ മാക്സിമം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എലിഫൻറ്റിനെ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എലിഫൻ്റ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ അകത്ത് ഞാൻ എലിഫൻ്റ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കേക്ക് ഫുള്ള് ഞാനൊന്ന് സെറ്റ് ചെയ്ത് എന്താ പറയുക, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അബദ്ധം പറ്റിയത് ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ഒന്ന് അറേഞ്ച് ചെയ്യാതെയാണ് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ബോൾസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പിലേക്കായിട്ട് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കേക്ക് ഫുള്ളൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ എലിഫൻ്റ് ഞാൻ ലാസ്റ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല മഴ കാലാവസ്ഥയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ മെൽറ്റായിപ്പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പോയി എലിഫൻറ്റിനെയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഡെലിവറിക്ക് കുറച്ച് മുമ്പാണ് കേട്ടോ എലിഫൻറ്റിനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം പറയാം. ഫസ്റ്റായിട്ടാണ് ഞാൻ ബേക്കിംഗ് തുടങ്ങിയിട്ട് ഒരു 4 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ എലിഫൻറ്റിനെ ഞാൻ ചെയ്തെടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ പറയാം. കുറ്റമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബോഡി കുറച്ച് ചെറുതായി പോയിട്ട് കാലും കൈയൊക്കെ നല്ല വലുപ്പത്തിലായിപ്പോട്ടോ. അപ്പോൾ കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.